നേർച്ചയും പരിപാടിയൊക്കെ കുറേ ചെയ്തു, ഒരു ഗുണവും കിട്ടിയിട്ടില്ല. കുഴപ്പമല്ലതും കാണാമല്ലോ. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും പ്രശ്നത്തിൽ കാണാനില്ല. പ്രശ്നവശാൽ നിങ്ങൾ പറഞ്ഞ ഒറ്റമർച്ചയുടെ ശല്യങ്ങളൊന്നും ഇപ്പൊ അവിടെ ഇല്ല. എന്താ ഈ ഒറ്റമുറച്ചെന്ന് അറിയോ നിങ്ങൾക്ക്? പറയൂ. അതൊന്നും ഞങ്ങൾക്കറിഞ്ഞൂടാ തിരുമേനി, ഞങ്ങള് വന്നത് അതറിയാനാണ്. ഞങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. തിരുമേനി അതൊക്കെ വേണ്ടതിലൂരെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. പറയാൻ ഒന്നുമില്ല. പണ്ടേക്ക് പണ്ടേ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ് ഒറ്റമുലച്ചിയില്. അവള് വയനാടൻ തമ്പാന്റെ മകളാണ് ശ്രുതി. സുന്ദരിയാണ്, നന്നായി മാന്ത്രികം പഠിച്ച പെണ്ണിരുന്നു. അവളെ കുറെ വീടന്മാര് ചേർന്ന് പഴപ്പിക്കേണ്ടായി. അവളുടെ ആ പക നല്ലോണം അനുഭവിച്ചു വയനാട്. രാത്രി ഭയാണ്, ആരും പുറത്തിറങ്ങില്ല. രാത്രി ചെറുപ്പക്കാരൊന്നും ജനവാതിൽക്കൽ അവള് ചെല്ലും. വിളിച്ചുണർത്തി ആകർഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. വയനാടൻ തമ്പാൻ മഹാമാന്ത്രികനാ. എല്ലാവർക്കും ഭയ അദ്ദേഹത്തിന്. ഈ വയനാട് തമ്പാന് ഒരു കുറിച്ചെത്തിപ്പെണ്ണിലുണ്ടായതാ ഈ ഒറ്റമുലച്ചി. വീട്ടുവേലയ്ക്ക് വന്ന കുറിച്ചെത്തിപ്പെണ്ണില് തമ്പാന് നല്ല ഭ്രമുണ്ടായിരുന്നു. അങ്ങനെ ആ അവിഹിതത്തിൽ ഉണ്ടായതാണ് ഈ ഒറ്റമുലച്ചി. പ്രസവിച്ചപ്പോഴേ ഒരു മുലയുള്ളൂ, എന്നെ കാണാനോ അതിഭംഗി, ആരും മോഹിക്കണ സൗന്ദര്യം. ഭയം തോന്നുന്നുണ്ടോ കുറേശ്ശെ? അവളുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് ഈ നാട്ടുകാര് പലരും സമീപിച്ചു അവളെ. അവള് വഴങ്ങിയില്ല. അവസാനം 3-4 ചെറുപ്പക്കാർ ബലപ്രയോഗത്തിലൂടെ അവളെ കീഴ്പ്പെടുത്തി. അതെ, മാന്ത്രികം പഠിച്ച പെണ്ണാള് പ്രതികാരം ചെയ്യാൻ തുടങ്ങി. അവൾക്ക് വെളിപ്പുറത്താ ഉപാസന മൂർത്തികള്. അന്ന് തൊട്ട് തുടങ്ങി വയനാടൻ തമ്പാനെ മരിച്ചു പോയിരുന്നു. ഇല്ലെങ്കില് അവളെ തൊടാൻ ഒരുത്തനും ധൈര്യം വയ്ക്കില്ല, ധൈര്യം ഉണ്ടാവില്ല. തമ്പാനെ അത്ര പേടിയാ ലോകർക്ക്. അവൾക്ക് നേരിട്ട ദുര്യോഗം അവള് തന്നെ പ്രതികാരത്തിലൂടെ തീർത്തു എന്ന് പറയണതാ ശരി. രാത്രി അവളുടെ സൗന്ദര്യം വെച്ച് വീടുകളിൽ ചെന്ന് ജനലിലൂടെ ചെറുപ്പക്കാരെ ഉണർത്തി കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ ചോര വാറ്റി കുടിച്ച് അവരെ കൊല്ലും. ചത്തു കഴിഞ്ഞാൽ ആ ചത്തവന്റെ കുടുംബത്തിന് വലിയ ഐശ്വര്യം വന്നു ചേരുന്ന പറഞ്ഞു കേൾക്കണ. അത് ഇവൾ ഉപാസിക്കണ ദേവിയുടെ ഒരു അനുഗ്രഹാത്രേ. എന്തായാലും ഇവളുടെ ശല്യം കാരണം കുറേ ചെറുപ്പക്കാർ ചത്തൊടുങ്ങിന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാത്രി ആവരുതേന്ന് വയനാട്ടുകാർ ഒരു കാലത്ത് പ്രാർത്ഥിച്ചിരുന്നത്. രാത്രിയായ അവള് വരും.
രാത്രി ചെറുപ്പക്കാരുറങ്ങുന്ന മുറിക്കരികിലിൽ അവൾ ചെന്നവരെ വിളിച്ചുണർത്തും, ആകർഷിച്ചു കൊണ്ടുപോകും. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു ചോര കുടിച്ച് ഉപേക്ഷിച്ച് അവൾ പോകും. അവളെ പിഴപ്പിച്ചതിൻ്റെ പ്രതികാരം അത്ര തീവ്രമായിരുന്നു അവളിൽ. അവളത് പൊറുക്കാൻ തയ്യാറല്ലായിരുന്നു. പുറത്ത് നല്ല നിലാവുണ്ട്. നമുക്ക് അങ്ങോട്ട് നടക്കാം. നീ ആരാണ് എങ്ങോട്ടതിനെ കൊണ്ടുപോകണം? ആ, അത് വളരെ മനോഹരമാണ്. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? ഇഷ്ടായില്ലേ? ആ, ആ, ആ. ഒറ്റമുളച്ചി അവളുടെ ചൈത്രയാത്ര തുടർന്നു. ചത്തു വീണ ഓരോ യുവാക്കളുടെയും വീട്ടില് പിന്നീട് ഭയങ്കര ഐശ്വര്യത്തിന്റെ വരവായിരുന്നു എന്നാ കേൾക്കണത്. ഈ കുരുത്തം കെട്ടോനെ ഒറ്റമുലച്ച് പിടിച്ചാൽ കുടുംബം നന്നായിരുന്നു എന്ന് പറയണവരും ഉണ്ടായിരുന്നു അത്രേ ആ കാലത്ത്. മനുഷ്യരുടെ ഒരു കാര്യം. വയനാട്ടുകാര് ഊർതിമുട്ടി അവരൊരു മഹാമാന്ത്രികനെ തിരഞ്ഞ് നാട് മുഴുവനും നടക്കാൻ തുടങ്ങി. കുരുത്തം കെട്ട 4 ചെറുപ്പക്കാർ കാരണമുണ്ടായ ദുര്യോഗം. ഈ നില തുടർന്നാൽ ഇത് വലിയ ആപത്തായി തീരും. ഇതിന് പരിഹാരം ഇല്ലാതില്ല. ഇത് കണ്ടോ, വ്യാഴം ഇവിടെ ഇഷ്ടസ്ഥനായിട്ടുണ്ട്, കാണാണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഇങ്ങോട്ട് ചാർത്ത് എഴുതി തരണം. വേറെ വഴിയില്ല. അത് തരൂലോ, തരാതെ വീലോ. ചാർത്ത് ഞാൻ തരാം. ആ, അത് മതി. നാളെ നാട്ടുകൂട്ടം കൂടിയിട്ട് നാട്ടാരെ കാര്യം ധരിപ്പിക്കണം. ആയിക്കോളൂ, ഇടച്ചിലില്ല. യുവാക്കൾപ്പോ എത്ര അവിടെ മരിച്ചു പോയത്. ഇത് ഇങ്ങനെയാണ് കിട്ടാൻ പറ്റില്ല. ഇതൊരു തീരുമാനാക്കിയിട്ടേ പറ്റൂ. ചാൽ ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ മഹാരാജാവിന് മുഖം കാണിച്ച് സങ്കടം ബോധിപ്പിക്കുക. അവിടുത്തെ ആജ്ഞ വാങ്ങിയിട്ട് ചെങ്ങന്നൂരിൽ പോവുക. അവിടെ ഒരു ഇല്ലത്ത് ഒരു മഹാമാന്ത്രികനുണ്ട്. തേവലശ്ശേരി ഇല്ലത്തെ ഇളയ ആള്, പേര് ദാമോദരൻ നമ്പി. കേമന. അദ്ദേഹം വന്നാൽ പ്രശ്നം തീർന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് അമാന്തം വരുത്താതെ ആ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്ത് തീർക്കണം. അതിനായിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ തീരുമാനിച്ച് പിരിയാം. എന്താ, ആയിക്കൂടെ? അങ്ങനെ തീരുമാനിച്ച് നാട്ടുകൂട്ടും പിരിഞ്ഞു. നമ്പി മുത്തശ്ശ. എന്താ മുത്തശ്ശ? ഇവര് മഹാരാജാവ് തിരുമനസ് പറഞ്ഞിട്ട് വന്നവരാ ഇങ്ങോട്ടുണ്ട്. നീ വയനാട് വരെ ഒന്ന് പോകേണ്ടി വരും. അവിടെ കർമ്മം കൊണ്ട് യക്ഷിയായി തീർന്ന ഒരു മനുഷ്യ സ്ത്രീയുണ്ട്. ഒറ്റ മുളച്ചി, ഭയങ്കരിയാണ്. ഒരിത്തിരി കഷ്ടപ്പെടേണ്ടി വരും. മുത്തശ്ശന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. എന്നാ ഇനി അമാന്തിക്കണ്ട, വേഗം പുറപ്പെടുക. ചുമ്മാ കളി തമാശയായി കാണണ്ട. ഒറ്റ മുളച്ച് ചില്ലറക്കാരിയല്ല. മനസ്സിലാവുന്നുണ്ടോ നമ്പി? നിസാരായി കാണരുത്. മുത്തശ്ശന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി. എനിക്ക് പേടിയൊന്നുമില്ല. ഭയം പാടില്ല. എനിക്ക് പേടിയില്ല മുത്തശ്ശ. എന്നാ ഇനി അമാന്തം വേണ്ട.
നല്ല സമയമാണ് ഇപ്പോ അങ്ങോട്ട് ഉറപ്പിടുക. അച്ഛാ, ഞാൻ പോയി വരാം അച്ഛാ. ഒട്ടും ഭയം വേണ്ട, എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. പോയി വാ. ധാരാധരശ്യാമളങ്കം ചുരികാച്ഛാദാരുണം കിരാതവപുഷം വന്ദേ പരമാത്മാനം ഈശ്വരം. ലക്ഷണം കണ്ടിട്ട് ഇതാണ് അവളുടെ താവളം, ഒറ്റമുലച്ചിയുടെ. ഓഹോ, നല്ല കാടാണല്ലോ, ഭീകരമായ വനം. ഓഹോ, അപ്പോൾ അവൾക്ക് ആളറിഞ്ഞു. കണ്ട ഭാവം നടിക്കണ്ട, മുന്നോട്ട് പോകാം. എന്താണ് അവൾ ചെയ്യാന്നറിയാലോ. ഒന്ന് നിൽക്കാമോ? ഇവൾ എന്നെ തിരിച്ചറിഞ്ഞു, ഇവൾ നടിക്കുകയാണ്. പേടിയില്ലേ? പേടി നിനക്കല്ലേ വേണ്ടത്, നിന്നെ ഞാൻ പേടിപ്പിക്കാം. ഒറ്റമുലച്ചിക്ക് കാര്യം മനസ്സിലായി, അവൾ പിൻവാങ്ങി. നമ്പി തൻ്റെ യാത്ര തുടർന്നു. അദ്ദേഹം മുന്നോട്ട് തന്നെ നടന്നു. ഏറെ ദൂരം നടന്ന് തളർന്ന നമ്പി ഒരിടത്ത് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അധിക സമയം അങ്ങനെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രകൃതി ആകെ മാറാൻ തുടങ്ങി. ഓ, ഒറ്റമുലച്ചി, പുതിയ അടവ്. എനിക്ക് മനസ്സിലായോ? ഓ, നിന്നെ ഞാൻ എപ്പോഴേ മനസ്സിലാക്കി. നമ്മള് വഴി വെച്ച് ആദ്യം കണ്ടുമുട്ടി, നീ മറന്നു കാണില്ലല്ലോ. ഓ അരുത്, അങ്ങേക്ക് എന്നെ പറ്റി എന്തറിയും? ഈ നാട്ടുകാര് എന്നെ ദ്രോഹിച്ച കഥ വലുത്. അങ്ങേക്കറിയുമോ, 5-6 പുരുഷന്മാർ ചേർന്ന് അനാവശ്യം കാണിച്ചപ്പോൾ ആരും ഉണ്ടായില്ലല്ലേ എന്നെ ഒന്ന് സഹായിക്കാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം ചെയ്തു കൂട്ടിയത്. അത് മനസ്സിലാക്കൂ. അറിയോ, ഒരു പെണ്ണിന്റെ വേദന നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. മഹാമാതിരികൾക്ക് എന്താ മനുഷ്യന്റെ വേദനയൊന്നും അറിയില്ല. എന്നെ രക്ഷിക്കൂ. അങ്ങൊന്നും പറഞ്ഞില്ല. നോക്ക്, ഞാനൊരു ദുഷ്ടനൊന്നുമല്ല. എല്ലാ കഥകളും എനിക്ക് നന്നായി അറിയാം. ഞാൻ പറയുന്നത് നല്ലപോലെ കേട്ട് അനുസരിക്കാൻ നീ തയ്യാറാണ്? ഞാൻ അങ്ങയെ അനുസരിക്കാൻ ഇപ്പോൾ തയ്യാറാണ്.
എങ്കിൽ നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും, അതുറപ്പ്. എന്തേ വന്ന്? എന്താണിതൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? താൻ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയൂ. എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞു നോക്കും, മറന്നുപോയോ? അത് പാർട്ടി എന്നെ ഓർക്കുന്നുണ്ടോ? ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് നിഷ്പ്രയാസം രക്ഷപ്പെടാം. ഞാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. എനിക്ക് ഈ കഷ്ടാവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും, ഉറപ്പ്. ഞാനൊരു മാന്ത്രിക കർമ്മത്തിലൂടെ നിന്നെ ആവാഹിച്ച ഒരു പ്രതിമയിൽ സ്ഥാപിക്കും. എന്നിട്ട് നിന്നെ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഏതേലും പാലയിൽ കൊണ്ടുപോയി എന്നെ തളിക്കുന്നതല്ലേ? എന്നെ ചതിക്കരുത്, എനിക്ക് ഇല്ല ഇല്ല, എനിക്ക് ആരുമില്ലെന്നറിയല്ലോ. എന്നെ ചതിക്കല്ലേ. ഇല്ല ഇല്ല. രാഗത്തിൻ പൊൻവീണയിൽ, അനുരാഗത്തിൻ പൊൻവീണയിൽ പറന്നുയർന്നു മനസ്സങ്ങൾ, കുളിർ പകർന്നു ജീവിതങ്ങൾ. ഇവിടൊരു ഹൃദയം കുളിരണിയുമ്പോൾ മാധുര്യം ചേരുന്നു മനസ്സുകൾ. മാലേയ ഗന്ധങ്ങൾ പകരുന്നു സംഗീതം, ജീവിതം, സന്തോഷം ഞൊടികളിൽ ഉണരുമ്പോൾ നേടും ആനന്ദം പാടും ഹൃദയങ്ങൾ നീളെ. മധുരം മധുരം തുടരും ഈ നിമിഷം. അഗ്നിപൂരിശിരോഗം അവ്യം സ്വാഹ. താൻ വന്നില്ലേ, എനിക്ക് മാത്രമേ തന്നെ കാണാൻ കഴിയൂ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ആവാഹന സമയത്ത് പ്രതിമയിൽ ആവേശിക്കണം. പറഞ്ഞ പോലെ ചെയ്താൽ ഞാൻ വേളി കഴിക്കില്ല. ഈ ഒറ്റമുരച്ചിയായിരിക്കും എൻ്റെ വേളി. വെറും വാക്കല്ല ഇത്. ദാമോദരൻ നമ്പി നുണ പറയില്ല, വിശ്വസിച്ചോളൂ. ആ യക്ഷിയുടെ പ്രതിമയെടുത്ത് എൻ്റെ ഭാണ്ഡത്തിൽ വച്ചേക്കൂ. ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിഭഞ്ജനം ചെയ്ത് പോയിക്കൊള്ളാം. മറക്കരുത്, എൻ്റെ ഭാണ്ഡത്തിൽ വെച്ചോളൂ. പ്രിയമുള്ളവളെ, വാ. വരൂ. എന്നെ
എന്നോട് ക്ഷമിച്ചു ഞാൻ സംശയിച്ചതിന്. ഏയ് കരയാതിരിക്കൂ. നീ എനിക്ക് പ്രിയപ്പെട്ടവൾ, എൻ്റെ ഒറ്റമുലച്ചി. രാഗത്തിൻ പൊൻവീണയിൽ അനുരാഗത്തിൻ പൊൻവീണയിൽ പറന്നുയർന്നു മനസ്സങ്ങൾ, കുളിർ പകർന്നു ജീവിതങ്ങൾ. ഇവിടൊരു ഹൃദയം കുളിരണിയുമ്പോൾ മാധുര്യം ചേരുന്നു മനസ്സുകൾ. മാലേയ ഗന്ധങ്ങൾ പകരുന്നു. സംഗീതം, ജീവിതം, സന്തോഷം ഞൊടികളിൽ ഉണരുമ്പോൾ നേടും ആനന്ദം പാടും ഹൃദയങ്ങൾ നീളെ. മധുരം മധുരം തുടരും ഈ നിമിഷം.